യാത്രകൾ മനോഹരമാകുന്നത് പോകുന്ന സ്ഥലം മാത്രം കൊണ്ടല്ല, നമ്മുടെ കൂടെയുള്ളവരെ കൂടി കൊണ്ടാണ്. രാവിലെ 4 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാമെന്ന് ഞാൻ വിചാരിച്ചേ. അതിനായിട്ട് ഡോറ് തുറന്നു. ഡോറ് തുറന്നപ്പോൾ പുറത്തൊക്കെ നല്ല ഇരുട്ടാണേ. ഡോറ് ഈ സമയത്തൊക്കെ തുറക്കുന്നത് തന്നെ വളരെ കുറവാണ്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ പുറത്ത് നല്ല ഇരുട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. പുറത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ശരിക്കും മൊത്തത്തിൽ നല്ലൊരു തണുത്ത അന്തരീക്ഷം. നമ്മൾ എക്സാമിന് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ഈ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എഴുന്നേൽക്കാറ് പോലും ഇല്ല. നമ്മൾ വിചാരിച്ചാൽ പോലും ഈ ഒരു സമയത്ത് എഴുന്നേൽക്കാറില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ എന്തെങ്കിലും ട്രിപ്പോ ടൂറൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇന്നലെ രാത്രി ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റിയില്ല. അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയായിരുന്നു ഇന്നലെ ഫുള്ള്. അപ്പോൾ ഈ മഴ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ മഴയെന്നൊക്കെ പറയുന്നത് എൻജോയ്മെൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് സ്ഥലമൊക്കെ പുറത്ത് പോയി ചുറ്റി നടന്നൊക്കെ കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ബാഗൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വെറ്ററാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്വെറ്ററൊക്കെ എടുത്ത് വെച്ചു. അതിന് ശേഷം ബ്രഷ് ചെയ്തു. പിന്നെ ഒന്ന് ഫ്രഷ് ആവണമല്ലോ. ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് വാഗമണിലേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഏറ്റവും കംഫർട്ടബിളായിട്ട് ജീൻസും ടോപ്പും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് ജീൻസും ടോപ്പൊക്കെ ഇട്ടു. അങ്ങനെ നമ്മുടെ അയിനുമോള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ എഴുന്നേറ്റു, അയിനും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അയിനുവിനെ കാറിൽ തന്നെ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമ്മൾ നെട്ടൂരിൽ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അവിടെയാണ് ബസ് വരുന്നത്. അപ്പോൾ അയിനുവിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാതെ തന്നെ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാർ അപ്പുറം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഈ ഒരു സൗണ്ടൊക്കെ കേട്ടപ്പോൾ അതിന് ചെറുതായിട്ട് എഴുന്നേക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉറക്കാൻ നോക്കിയിട്ട് ആൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് അവളും പിന്നീട് ഉറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവളും എഴുന്നേറ്റു. ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അവൾ ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നത്. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്ത് കാറിലോട്ട് വെച്ചു. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന അയിനുവാണ്. കാറിൽ കയറിയപ്പോൾ ആൾ ഫുള്ള് ഓണായി. അപ്പോൾ ഞാൻ അവൾക്ക് ഈ ഡ്രസ്സല്ല, അവൾക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ ബാഗിൽ കരുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വണ്ടി എടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇതുവരെ ഇങ്ങനെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആകെ സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഒരാളും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഒരു 4:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നല്ലൊരു തണുത്ത അന്തരീക്ഷം. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ്, നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര എൻജോയ് ചെയ്താണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നടക്കാവ് ആ ഒരു ഏരിയയിൽ എത്തിയിട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ റോട്ടിൽ. അപ്പോൾ എന്താ പറയുക, ഇരുട്ടാണെങ്കിൽ പോലും അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങൾ ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഓരോരോ ട്രിപ്പുകൾക്കൊക്കെ ആയിട്ടായിരിക്കണം എല്ലാവരും. അത്യാവശ്യം റോഡ് നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട്. അപ്പോൾ രാവിലെ ആയി, ഒരു 7 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. ഞങ്ങളങ്ങനെ നെട്ടൂരെത്തി. ഇനി നമുക്ക് നമ്മുടെ ലഗേജുകളൊക്കെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുരിശിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അപ്പുറത്താണ് ബസ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി സീറ്റ് പിടിച്ചു. അപ്പോൾ നമ്മുടെ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ഫുഡ് നമ്മൾ ഒന്നും പുറത്തുനിന്ന് കഴിക്കുന്നില്ല കേട്ടോ. നമ്മളെല്ലാം ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ ആണെങ്കിലും ഉച്ചക്കത്തെ ആണെങ്കിലും എല്ലാം ബാക്കി സ്നാക്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ഇതിപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ടിട്ട് അത്യാവശ്യം എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടൽസിലൊക്കെ ആണെങ്കിലും നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് നമ്മളിവിടെ നിന്ന് ഓർഡർ ചെയ്ത് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫും അതുപോലെ തന്നെ കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ യാത്ര തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴാണ് നമ്മുടെ ഫുൾ വൈബ് സെറ്റാവുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. കാരണം
കുറച്ച് പേർക്ക് മൂന്നാർ പോകണം, കുറച്ച് പേർക്ക് വാഗമണ്ണിൽ പോകണം, അങ്ങനെ പല പല സ്ഥലങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പറയുകയാണ് എന്തായാലും വണ്ടി മുന്നോട്ട് തന്നെ പോട്ടെ, നമുക്ക് പോകുന്ന വഴി തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതാ അയിനൂട്ടി ഉറക്കം വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റതുകൊണ്ട് ഉറക്കത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മാർമല എന്ന് പറയുന്ന ഒരു ഡാമെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു വാട്ടർഫോൾസ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും ഇതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല, കാരണം അയിനൂന് ഫുഡ് കൊടുക്കാനുള്ള ഇതിൽ ഞാൻ അങ്ങനെ വിട്ടുപോയി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇടിയപ്പം അതുപോലെ മുട്ട റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ അത് നമ്മളതൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളിവിടെ മാർമലയിൽ എത്തിയത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ ഇതിലെത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല എങ്കിൽ പോലും നല്ല കോടയും തണുപ്പും മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതായത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടിട്ട് പുള്ളി അങ്ങനെ വന്ന് നിന്നതാട്ടോ. അപ്പോൾ ഇവരൊക്കെ ഓരോരുത്തരിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ നിന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ദാഹിച്ചുകൊണ്ടിട്ട് ഞാനൊരു നമ്മുടെ പൈനാപ്പിളല്ല, ഒരു ഫ്രൂട്ടിൻ്റെ ഇത് കുടിച്ചിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അവിടെ എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ എൻട്രി ഫീസൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ചെറിയൊരു വെയിലുള്ളത് കൊണ്ടിട്ട് നമുക്ക് അത്ര അധികം തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ഫോറസ്റ്റാണ്, അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളിങ്ങനെ നടക്കേണ്ടത് കേട്ടോ. അപ്പോൾ നടന്നിട്ട് കുറച്ച് ഒരു 1.5 കിലോമീറ്ററോളം നമ്മൾ ഉള്ളിലോട്ട് നടക്കാനുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു വാട്ടർഫോൾസ് കാണാൻ. അടുത്ത നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ ഞങ്ങളിവിടെ വണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്നാൽ ഫുഡും കൂടി കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്നുള്ള ഒരു അഭിപ്രായം വന്നേ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കി ഇവിടെയുള്ള കാലാവസ്ഥയൊക്കെ ഒന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യണേ. അപ്പോൾ നല്ല കോടയുണ്ട് കേട്ടോ, കോടയുണ്ട്, കാറ്റുണ്ട്. അപ്പോൾ ഇങ്ങനെ കാറ്റ് വരുമ്പോഴത്തേനും കോട നമ്മളുടെ അടുത്തോട്ട് വരും. അതിനുശേഷം ആ കാറ്റ് പോകുമ്പോൾ കോടയും അതോടെ പോകും. പിന്നെ നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും നേരം കോട ഉണ്ടായ സ്ഥലമാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ദം ബിരിയാണിയാണ്, നല്ല ടേസ്റ്റുള്ള നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല നമ്മൾ വായിലിടുമ്പോൾ തന്നെ നല്ല മെൽറ്റായി പോകുന്ന റൈസും അതുപോലെ പീസുകളൊക്കെ അങ്ങനെയായിരുന്നേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിനും അപ്പവും എല്ലാവരും നന്നായിട്ട് കഴിച്ചേ. ഇതിപ്പോൾ നമ്മുടെ അയിനൂൻ്റെ ഫ്രണ്ടാണ്, അവളുടെ കൂടെ അംഗനവാടിയിലുള്ളതാണ്. അപ്പോൾ പേര് രവീൺ എന്നാണ് കേട്ടോ. അപ്പോൾ അവൻ അയിനൂൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തോട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ടായിരുന്നു യാത്രകളൊക്കെ കേട്ടോ. അപ്പോൾ ഇവർ ഭയങ്കര കമ്പനി ആയതുകൊണ്ടിട്ട് കുറേ നേരം ഇവരുടേതായിട്ടുള്ള കളികളും സംസാരങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ വക ഒരു ഗിഫ്റ്റാണ്. 10th ഫുൾ A+ വാങ്ങിയതിന് ആ കുട്ടിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വാഗമണ്ണിൽ മെഡോസ് എന്ന് പറഞ്ഞ സ്ഥലം, അതായത് നമ്മൾ മൊട്ടക്കുന്ന് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നമ്മൾ എത്തിയതാണ് കേട്ടോ. എത്തി വന്നപ്പോൾ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്ക്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മൊട്ടക്കുന്നിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെയും നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഇതാണ് നേച്ചർ. കാരണം ചെറിയൊരു ചാറ്റൽ മഴ, അതിൻ്റെ കൂടെ നല്ല കോടമഞ്ഞ്. അപ്പോൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു മൊട്ടക്കുന്നിൽ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കുന്ന് കാണാൻ പറ്റാത്ത രീതിയിലാണ് മഞ്ഞിങ്ങനെ മൂടി വരണം കേട്ടോ. അപ്പോൾ അത്രയും നല്ല, ശരിക്കും നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നന്നായിട്ട് വൈബ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒരു 2-3 കുന്നുകളൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു നല്ലൊരു കാം ആൻഡ് പീസായിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് കേട്ടോ, കുറേ നേരം ഇരുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ വരുന്നുണ്ട്. അതിനും ഇവിടെ കയറിയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഓൺ വോയിസ് കൊടുക്കുകയാണ്. ഇവിടെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോട. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഉള്ളവർക്കൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ ഒരു കോടയൊക്കെ കാണുക എന്ന് പറയുന്നത് അല്ലേ.
അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതിനു ഇതേ അടുത്ത ഉറക്കത്തിൽ കയറിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയതാണ് കേട്ടോ. ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റു. അവൾ പിന്നെ പട്ടമൊക്കെ പറപ്പിക്കാനൊക്കെ പോയിട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടും, അപ്പൂസ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടുത്തൊരു കുന്നിൽ കയറിയേക്കാണ്. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് ചില്ല് ചെയ്യുകയാണ്. നല്ലൊരു നമ്മുടെ മൊട്ടക്കുന്നിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതില്ല കേട്ടോ, കോട. അപ്പോൾ അതാ നമുക്ക് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയേ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ പാൽ ചായ ഒന്നുമില്ല. അപ്പോൾ കട്ടൻ ചായ, കട്ടൻ കാപ്പിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഒരു കട്ടൻ കാപ്പി ഓർഡർ ചെയ്തു. ഇങ്ങനെ അത് കഴിച്ചിട്ടോ. പിന്നെ ഇതാ രാത്രി ആയപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ ഇതുപോലെ നിർത്തിയിട്ട് ഞങ്ങൾ ദോശയും സാമ്പാറും അതുപോലെ തന്നെ നമ്മളുടെ ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ എല്ലാവരും പല പല ഐറ്റംസ് ഓർഡർ ചെയ്തു. ചിക്കൻ 65 അങ്ങനെ പല പല ഫുഡുകളൊക്കെ ഓരോരുത്തർ കഴിച്ചിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വാഗമണ്ണിൽ നിന്ന് നമ്മുടെ നെട്ടൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടയേർഡായി. അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ യാത്ര ഇവിടെ അവസാനിച്ചു കേട്ടോ.